അത് ഈഫൽ ടവറിന്റെ ഒരു സൈഡിൽ ഒരു ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കുറച്ച് റിവർ സൈഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പിൽ വിശാലമായിട്ടുള്ള ഏരിയ. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി ഈവനിങ് ആയി, ഒരു 7 മണി 7:30 കാണാം. അപ്പൊ അവിടെ ഈഫൽ ടവർ ഫുള്ള് ഒരു ഗോൾഡൻ കളർ ലൈറ്റ് ഇട്ട് നല്ല ഭംഗി. അതിന് മുമ്പിൽ ഇങ്ങനെ ഒരു 10,000 പേർക്ക് നിൽക്കാവുന്ന ഒരു വലിയൊരു ഗ്രൗണ്ട്. അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അതിന് മുമ്പിൽ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻസ്, അതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി പ്രപ്പോസൽസ്, കുറെ കഴിഞ്ഞ് നടക്കുന്നത്. ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഐറ്റംസ് വളരെ സെറ്റാണ്. അപ്പൊ ഈ ഫോട്ടോ നമ്മുടെ നാട്ടിൽ മറ്റേ പള്ളിപ്പറമ്പിലൊക്കെ പെരുന്നാളിന് പോറ്റുന്ന പോലെ ആൾക്കാരുടെ കയ്യിൽ ഇതിന്റെ ഫുൾ സെറ്റ് ഉണ്ട്. അവർ ആ സെറ്റായിട്ട് വന്ന് നിൽക്കുന്നു, ഈ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് നിൽക്കുന്നു, പ്രപ്പോസൽ കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇവര് വേറെ വഴിക്ക് പോകുന്നു, ഇത് കൊണ്ടിട്ട് വേറെ കപ്പിൾ എടുത്ത് കൊണ്ടുവയ്ക്കുന്നു. ബർത്ത്ഡേ പാർട്ടി ആണെങ്കിൽ ഇതിന് ഫുൾ സെറ്റപ്പ് അതിലുണ്ട്. അവർ വരുന്നു, കേക്ക് മാത്രം സെപ്പറേറ്റ് കൊടുക്കുന്നു, മുറിക്കുന്നു, സംഭവമാവുന്നു. അപ്പോൾ അതുപോലത്തെ ധാരാളം എനിക്കാണെങ്കിൽ ഒന്നുകൊണ്ട് കല്യാണത്തിന് എൻഗേജ്മെന്റ് പോലത്തെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പാർട്ടി മൂഡ്. അവിടെ അതിന്റെ തൊട്ടടുത്ത് സബ്വേ സ്റ്റേഷനും ഉണ്ട്. എനിക്കാണെങ്കിൽ €10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം മുഴുവൻ ട്രെയിനിലും ബസ്സിലും എങ്ങനെ വേണമെങ്കിലും പോവാം. വളരെ വളരെ ചീപ്പാണ്. ഞാൻ പറഞ്ഞെങ്കിൽ യൂറോപ്പിലെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ചീപ്പാണ്. നമ്മളുടെ ഇന്ത്യയിലത്തെ കോസ്റ്റിനെക്കാട്ടും വളരെ കുറവാണ്. അപ്പം എനിക്ക് സ്റ്റുഡൻസിനൊക്കെ എനിക്ക് സബ്സിഡൈസ്ഡ് റേറ്റും ഉണ്ട്. വളരെ ഹാപ്പി. ഫ്രാൻസ് ഈസ് ലൈക്ക് നമ്മള് ഫ്രാൻസിനെ ഇഷ്ടപ്പെട്ടു.